ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കോക്കനട്ട് വാട്ടർ. നമ്മളെ നാട്ടിലെ ശുദ്ധമായിട്ടുള്ള തേങ്ങ വെള്ളം, കരിക്കും വെള്ളം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. രാവിലെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്നത്തെ വ്ളോഗ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഒട്ടും വെള്ളം കുടിക്കത്തില്ല ഗൈസ്. ഞാൻ വെള്ളം കുടിക്കാത്ത ജീവിയാണ്. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മൊത്തത്തിൽ പുറത്തും വിൻ്ററാണ്, പുറത്തും തണുപ്പാണ്, അകത്തും തണുപ്പാണ്, മൊത്തത്തിൽ തണുപ്പാണ്. ജോലിക്ക് പോയാൽ അവിടെയും തണുപ്പാണ്, എല്ലായിടവും തണുപ്പാണ്. അപ്പോൾ വെള്ളം കുടിക്കാത്ത എനിക്ക് ഞാൻ കണ്ടെത്തിയ മാർഗ്ഗമാണ് വെള്ളം. ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് നമ്മളെ കരിക്കും വെള്ളം. അങ്ങനെ മാർക്കറ്റിൽ പോയപ്പോൾ ഈ ശുദ്ധമായിട്ടുള്ള കരിക്കും വെള്ളം വാങ്ങിച്ചു. അപ്പോൾ എന്നെ കളിയാക്കി ഞാനിത് കുടിക്കാൻ പോകണില്ല. പക്ഷേ വാങ്ങിച്ചിട്ട് ഇതൊരു 2 ദിവസമായി ഞാൻ തുറന്നിട്ടില്ല. ഞാനിത് തുറന്ന് വീഡിയോ ആക്കി കാണിച്ചു. നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ സാധനം. കുടിച്ചതിലൊരു കാര്യം പറയാം. നാട്ടിൽ ശുദ്ധമായിട്ടുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ തിരിച്ചെടുത്തിട്ടോ. അതല്ല, നമ്മളെ കരിക്കും വെള്ളത്തിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു സാധനത്തിനെയും പറ്റൂല. ഇത് ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും H2O ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്നാണ് എനിക്കിത് തോന്നുന്നത്. നിങ്ങൾക്കും ഇതിനെപ്പറ്റി സെയിം അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഗൈസ്, ഞാൻ വിചാരിച്ചു ഞാൻ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ നേരത്തെ പറഞ്ഞ ശുദ്ധമായ കരിക്കും വെള്ളം അപ്പത്തിലും കൂടെ ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. നേരത്തെ ബൈ പറഞ്ഞ് പോയെങ്കിലും വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ തോന്നി. എൻ്റെ അപ്പത്തിൻ്റെ മാവ്, എൻ്റെ അപ്പത്തിൻ്റെ മാവ് പിന്നെ കുറച്ച് കരിക്കും വെള്ളം ചേർക്കും. ടേസ്റ്റ് ആയിരിക്കും. ഈശ്വര, അപ്പം വെറുതെ ഫെർമെൻ്റ് പോകും, പെട്ടെന്ന് ഫെർമെൻ്റ് വന്നു കേട്ടോ. ചേർത്ത് കലക്കി വയ്ക്കുക. കലക്കി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അടച്ച് വയ്ക്കാം. നല്ലപോലെ ഇങ്ങനെ പൊടിക്കുമ്പോൾ നല്ല യെസ്. അപ്പോൾ നമ്മളെ എന്താ പറയുക, ടെൻഡർ കോക്കനട്ട് വാട്ടർ കൊണ്ട് നമുക്ക് നമ്മളെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് 100% അബ്സല്യൂട്ട്ലി കറക്റ്റായിട്ടുള്ളൊരു തിയറിയാണ്. അത് ഈ ബോട്ടിലല്ല, നമ്മളെ നാട്ടിലെ കരിക്കും വെള്ളം ശുദ്ധമായി കുടിക്കുന്നത്. ഇത് ഞാൻ കുടിച്ചപ്പോൾ എന്താ പറയുക, എനിക്ക് അങ്ങനെ നാട്ടിലത്തെ ആ ഫീലിംഗ് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതൊന്ന്. പിന്നെ ഞാൻ അപ്പത്തിന് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് അരച്ചും ഉണ്ടാക്കാം കേട്ടോ. അരച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലപോലെ അത് ഫെർമെൻ്റ് ആവും. ഈ 2 സാധനം. പിന്നെ അൾട്രാ മോട്ടീവ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതെങ്ങനെയെങ്കിലും തീർക്കണമെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യണം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനങ്ങനെ വെള്ളം കുടിക്കാത്തതാണ്. വെള്ളം വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്താണ്. ഞാൻ പറയണമെങ്കിലും അതെനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാറില്ല. അതാണ് സംഭവം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.